ഹലോ നമസ്കാരം, ഞാൻ രേവതി. എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബനാർഘട്ട നാഷണൽ പാർക്കിലേക്കാണ് കേട്ടോ. ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പോകുന്നൊരു സ്ഥലമല്ലേ ബനാർഘട്ട. അപ്പോൾ നാട്ടിൽ നിന്ന് കസിൻസൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ അവരുടെ ഒപ്പമാണ് ബനാർഘട്ട പോണത്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പറ്റിയ സ്ഥലമാണ്. ഈ ഒരു ആർച്ചിൻ്റെ അപ്പുറത്ത് ബനാർഘട്ട ടെമ്പിളാണ് കേട്ടോ ഉള്ളത്. നമ്മൾ ഏകദേശം 9:45 ഒക്കെ ആയപ്പോഴേക്കും ബനാർഘട്ട എത്തി. സൺഡേ ആണെങ്കിലും തിരക്കൊക്കെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. ആ നേരത്ത് ടിക്കറ്റ് നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഏകദേശം ഒരു 10 മണിക്കുള്ള സ്ലോട്ടാണ് സഫാരിക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ സഫാരി, ബട്ടർഫ്ലൈ പാർക്കും സൂവും കൂടി ഇൻക്ലൂഡഡ് ആണ് ആ ടിക്കറ്റിൽ. നമുക്ക് സെപ്പറേറ്റ് ആയിട്ടും അത് ടിക്കറ്റ് എടുക്കാൻ പറ്റും കേട്ടോ, ഓരോന്നിനായിട്ടും. നമ്മൾ ആദ്യം പോയിട്ടുള്ളത് സഫാരിക്കാണ്. സഫാരിക്ക് AC ബസ്സും നോൺ AC ബസ്സും ജീപ്പൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ ഓരോ മൃഗങ്ങളും ഓരോരോ സെക്ഷനായിട്ടാട്ടോ തിരിച്ചിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അതിൻ്റെ ഇടയിൽ തന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു കുളമൊക്കെ ഉണ്ട്. ആമ്പലൊക്കെ വിരിഞ്ഞ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. സഫാരി കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് പോയിട്ടുള്ളത് ബട്ടർഫ്ലൈ പാർക്കിലേക്കാണ്. ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാലാണ് ആ ഒരു സെക്ഷനിലേക്ക് നമ്മൾ എത്താൻ പറ്റുക. നമ്മൾ സ്ഥിരം കാണുന്ന, നാട്ടിലൊക്കെ കാണുന്ന പൂമ്പാറ്റ മുതൽ നമ്മൾ ഇതുവരെ കാണാത്ത പൂമ്പാറ്റകൾ മാത്രം വരെ ഉണ്ട് കേട്ടോ ഇവിടെ. ബട്ടർഫ്ലൈസിൻ്റെ ഒരു ഫോട്ടോ എക്സിബിഷനും ഉണ്ട്. അവരുടെ ലൈഫ് സൈക്കിളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് സെക്ഷൻസും ഇതിലുണ്ട്. ബട്ടർഫ്ലൈ പാർക്കിൻ്റെ ഒപ്പം തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ളൊരു പ്ലേ സെക്ഷനും ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പോയിട്ടുള്ളത് സൂവിലേക്കാണ്. നമ്മൾ സ്ഥിരം കാണുന്ന ഒരു നോർമൽ സൂ തന്നെയാണത്. നമ്മൾ ചെന്നപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്യുന്നൊരു മോഡലായിരുന്നു ഉണ്ടായിരുന്നത് എല്ലാ മൃഗങ്ങളും. ഇവിടെ റെപ്റ്റൈൽസിനും ബേർഡ്സിനും ഒക്കെ ആയിട്ട് വേറെ സെക്ഷൻ ഉണ്ട്. അത്യാവശ്യം നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒപ്പം കുട്ടികളുള്ളതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ എനർജി ഏകദേശം ആ ഒരു നേരമായപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ട്. അവരെ എടുത്തിട്ട് ഞങ്ങളുടെ എനർജി ഏകദേശം തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോരുക ചെയ്തത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കൂ. ബൈ.